തിരുവനന്തപുരത്ത് വീണ്ടും പുതിയ വിവാദത്തിൻ്റെ വെടിപൊട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് തീർന്നുവെന്ന് നമ്മൾ കരുതിയതാണ്. തിരുവനന്തപുരം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഒരു കോർപ്പറേഷൻ BJP ജയിച്ചടക്കുന്നു. അതിൻ്റെ മേയർ സ്ഥാനത്തേക്ക് തുടക്കത്തിൽ ദീർഘമായ ആശങ്കകൾ ആര് വരും എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു. കേന്ദ്രം ഇടപെട്ടു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഒടുവിൽ തീരുമാനമെടുത്തു. VV രാജേഷ് അവിടെ മേയറായി. അത് കഴിഞ്ഞപ്പോഴാണ് പുതിയ വിവാദം ഉണ്ടാകുന്നത്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പുതുതായി BJPയിൽ വന്ന് മത്സരിച്ച ശ്രീലേഖ IPS വെറും കൗൺസിലറായി മാറി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവരുടെ പുതിയ പ്രഖ്യാപനമാണ്. അവരൊരു നിലപാട് വ്യക്തമാക്കാതെ, സത്യപ്രതിജ്ഞ പൂർത്തിയാകാതെ കോർപ്പറേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. പിന്നെ അവരെ ചെന്ന് അനുനയിപ്പിക്കാൻ ചെയർമാനും മേയറും ഡെപ്യൂട്ടി മേയറും അവരെ ചെന്ന് കാണുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ വാർത്ത, ഈ R ശ്രീലേഖയെ തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഒരു സീറ്റിൽ, നേമം അല്ലെങ്കിൽ വട്ടിയൂർക്കാവ്, MLA സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്ന ഒത്തുതീർപ്പിലാണത്രേ അവർ ഒതുങ്ങിയത്. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു, അത്തരം ഒത്തുതീർപ്പുകൾക്കൊന്നും ഞാനില്ല. മാന്യന്മാർ തമ്മിൽ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. എന്നെ മേയറാക്കാം എന്ന് പറഞ്ഞാണ് എന്നെ മത്സരിപ്പിച്ചത്. ഞാൻ അതുകൊണ്ടാണ് BJPയിൽ ചേർന്നത്. ആ വാക്ക് പാലിക്കാത്ത കാലത്തോളം മറ്റൊരു പദവിയിലേക്കും ഞാനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുമായി പരസ്യമായി കലഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് R ശ്രീലേഖ. ആ വിഷയമാണ് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും NM പിയേഴ്സൺ സാർ എന്നോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രശാന്ത് പ്ലാന്തോട്ടവും ഉണ്ട്. പിയേഴ്സൺ സാറ് എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത് BJPയിലെ? അത് BJPയുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം, പ്രത്യേകിച്ച് സ്ത്രീകളോട് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് പലതരം വാഗ്ദാനങ്ങൾ നൽകുകയും ആ വാഗ്ദാനങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം വിജയിച്ചു കഴിയുമ്പോൾ അത് ലംഘിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചിയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാം എന്ന് പറഞ്ഞാണ് KPCCയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അവരെ മത്സരിപ്പിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കൊച്ചിയിൽ നിന്ന് മണിമുഴക്കമുണ്ടായി. പള്ളി മണിമുഴങ്ങി. ലത്തീൻ കത്തോലിക്കനല്ലാത്ത ഒരാളുടെ മേയറാവണ്ട എന്ന് പറഞ്ഞു. അതോടുകൂടി ലത്തീൻ കത്തോലിക്ക അല്ലാത്ത ദീപ്തി മേരി വർഗീസ് പുറത്തായി. തിരുവനന്തപുരത്ത് പക്ഷേ അതല്ല പ്രശ്നം. BJPക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രശ്നത്തിന് കാരണമായി വരുന്നത്. മാത്രമല്ല, അവിടെ അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം ഇതൊരു, ശരിക്കും പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ നേതൃത്വം ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ ബ്യൂറോക്രാറ്റിനെ കൊണ്ടുവരുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമല്ല. അതൊന്നും പക്ഷെ അവർ അന്നേരത്തെ ആലോചിച്ചിരുന്നില്ല. പകരം അവർക്ക് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ആര് എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ഈ നമ്മുടെ ശ്രീലേഖ അതിന് പറ്റിയ ഒരു കഥാപാത്രമാണ് എന്ന് കണക്കാക്കുകയും അവരെ ചെന്ന് കാണുകയും, ജയിച്ച് നമുക്ക് കോർപ്പറേഷൻ കിട്ടിയാൽ നിങ്ങളായിരിക്കും മേയർ എന്നവരോട് പറയുകയൊക്കെ ചെയ്തു. അപ്പോഴും BJP അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. VV രാജേഷും ജയിച്ചു, ശ്രീലേഖയും ജയിച്ചു. ആ സാഹചര്യത്തിൽ പിന്നെ ആരെ മേയറാക്കും എന്നുള്ള ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് RSS കേന്ദ്രീകൃതമായിരിക്കുന്ന ഇടങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം രാജേഷിനെ ആക്കാനായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് രാജേഷിൻ്റെ വീട്ടുവാതിക്കലേക്ക് ഈ ആഭ്യന്തര കലഹത്തിൻ്റെ ഫലമായി ഇയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ പോസ്റ്ററൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, BJPക്കാർ തന്നെ. അതൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചുമതലയെ നിർവഹിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയാണ് എന്ന തിരിച്ചറിവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രാദേശിക BJP നേതൃത്വം, പ്രാദേശികം എന്ന് മാത്രം പറഞ്ഞ പോലെ തിരുവനന്തപുരം കേന്ദ്രീകൃതമായിട്ടുള്ള നേതൃത്വം, പിന്നെ പാർട്ടിയിൽ ഒരു ഗ്രൂപ്പും അതിനൊപ്പം നിന്നപ്പോഴാണ് VV രാജേഷിനെ മേയറാക്കാൻ തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം ശ്രീലേഖയെ തന്നെ ആക്കാനാണ് തീരുമാനിച്ചത്. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടിൽ അവർ വെക്കുന്നൊരു പ്രോജക്റ്റ് നടപ്പാക്കാൻ അവർക്കൊരു നല്ല ബ്യൂറോക്രാറ്റ് മതി, രാഷ്ട്രീയക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് ശ്രീലേഖ മതി എന്ന് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ അതിൻ്റെ അകത്തുണ്ടായ അന്തർസംഘർഷത്തിൽ അവസാനം ശ്രീലേഖ പുറത്താകുകയാണ് ചെയ്യുന്നത്.
ഇത് പലപ്പോഴും പലയിടത്തും നടന്നിട്ടുണ്ടല്ലേ? അതെ. ഗൗരിയമ്മയുടെ കാലം മുതലുള്ള ഒരു ഇതാണ് സംഭവം അല്ലേ? അല്ല സാർ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായി വർത്തിക്കുന്ന ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന ചോദ്യമാണ്. ഒന്ന്, BJPയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ക്ലാഷ് ആണോ? രണ്ട്, സംസ്ഥാനത്തെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണോ? അതല്ല, രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങൾ തമ്മിൽ, പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ അഴിമതി നിർഭരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബദലായി ബ്യൂറോക്രസിയിൽ നിന്നായാണെങ്കിൽ പോലും അത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഒരു കളങ്കമില്ലാത്ത ഒരു ലീഡർഷിപ്പിനെ പുറത്ത് കൊണ്ടുവന്ന് കേരളത്തെ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ട് ഒന്നിലേറെ MLA-മാരെ ഉണ്ടാക്കിയിട്ട് പിന്നെ കേരളത്തിൻ്റെ ഒരു സംസ്കാരം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണോ? ചോദ്യം ഇതാണ്. രാജീവ് ചന്ദ്രശേഖറാണോ അതോ K. സുരേന്ദ്രനാണോ? ഇത്തരം ചോദ്യങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രശാന്ത് സാറ് കാണുന്നത്? രാജീവ് ചന്ദ്രശേഖരനാണോ K. സുരേന്ദ്രനാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാക്കാനായി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നേക്കുന്നത്. ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ആരാണ് വലുത് ആരാണ് ചെറുതെന്നുള്ള മത്സരം പാർട്ടിക്കകത്ത് വളരെ കൂടുതലായിട്ട് മറ്റു പാർട്ടിക്കകത്തുള്ളതിനെക്കാട്ടി CPM-നകത്തോ കോൺഗ്രസിനകത്തോ, കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം സംഘടനാ സെറ്റപ്പ് ഇല്ല. എന്നാൽ അതിൻ്റെ നേതാക്കന്മാരുടെ കാര്യം അറിയാലോ. 16 മുഖ്യമന്ത്രിമാർ ഇപ്പം തന്നെ നിൽക്കുക. CPM-നകത്ത് ഈ പറയുന്ന നേതാക്കന്മാരുടെ അതിപ്രസരം ഇപ്പോൾ ഒരു പരിധി വരെ പിണറായി വിജയൻ പറയുന്നതിനപ്പുറമില്ല. അതിനെക്കാട്ടി കൂടുതൽ അവർ രണ്ടും അധികാരത്തിൽ പലവട്ടം വന്നിട്ടുള്ളവരാണ്. പ്രധാനപ്പെട്ട കക്ഷികളുമാണ്. നമ്മൾ എത്ര പറയുമ്പോഴും കേരളത്തിൽ അവർ കഴിഞ്ഞിട്ടുള്ളവരേ ബാക്കിയുള്ളൂ. പക്ഷേ ഇതിനകത്ത് അധികാരത്തിൽ ഇതുവരെ കൃത്യമായിട്ട് ഒരിടത്തും വരാത്ത കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഒരു MB കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് O. രാജഗോപാൽ എന്ന് പറയുന്ന MLA മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അധികാര സ്ഥാനങ്ങൾ വരാത്ത മറ്റേ ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പോലെ ഗ്രൂപ്പ് വേറെ പാർട്ടിക്കകത്തും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. സാറേ, ഈ തെരഞ്ഞെടുപ്പിൽ പലവട്ടം നമ്മളിപ്പം ഈ രാഷ്ട്രീയം പറയുമ്പം തിരുവനന്തപുരത്ത് ഇതിനു മുമ്പേ പല ഘട്ടങ്ങളിൽ സാധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുന്ന പല അവസരങ്ങളും ഇല്ലാതാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു എങ്ങനെയാണെന്ന് സാറിന് പേഴ്സണലി അറിയാൻ കഥത്തെ വിളിച്ച് രഹസ്യമായിട്ട് ചോദിച്ചാൽ മതി. എങ്ങനെയാ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ തോറ്റെന്ന് ചോദിച്ചാൽ മതി, പുള്ളി പറഞ്ഞു തരും. മനസ്സിലായില്ലേ എന്താണ് തോറ്റത്? BJPയുടെ അവിടെ തോക്കാൻ സാധ്യത ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് തോറ്റതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം അതവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഗ്രൂപ്പിനപ്പുറം അവിടെ കാര്യങ്ങൾ നടക്കണം, കൃത്യമാകണം. അതിന് തിരുവനന്തപുരം അദ്ദേഹം കേന്ദ്രീകരിച്ചു. അദ്ദേഹം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. എന്നാൽ ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയം BJP രാഷ്ട്രീയത്തോട് താല്പര്യം അല്ലെങ്കിൽ മോദിയോട് താല്പര്യം വന്ന് അവരത് മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാണും. മത്സരിക്കാൻ ചെന്നപ്പോൾ അവർ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കുക നല്ലൊരു പരിഗണനയൊക്കെ കിട്ടും. അപ്പോൾ പരിഗണനയെന്ന് നമ്മളെങ്ങനെ മൊത്തത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സംസാരം അറിയാതെ വിഷയം. പരിഗണനയൊക്കെ നമുക്ക് നോക്കാം. പരിഗണിക്കുന്ന പിന്നെ ജയിച്ചിട്ടൊക്കെ വരുമ്പോഴല്ലേ നോക്കാന്ന് പറയുമ്പോൾ ഒരു വിചാരിച്ചാണ് മേയറാക്കാന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. ഇവരങ്ങോട്ട് വന്നു, അവതരിച്ചു. ശ്രീലേഖ എന്ന് പറയുന്ന IG ആണല്ലോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു കവിയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ്. മാധ്യമങ്ങൾക്ക് എന്നും വാർത്ത വേണമല്ലോ, വേറെ ജോലിയൊന്നുമില്ല. അവിടെ അവർ നോക്കിയപ്പോൾ BJPയെ താറടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാരണം ഈ CPM-നെ പണ്ട് താറടിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എങ്ങനെയായിരുന്നു അറിയാം? മനോരമ VS അച്യുതാനന്ദൻ ശ്രേഷ്ഠൻ, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോശമാണല്ലോ. അതിന് അല്ല, എപ്പോഴും നോക്കണം അങ്ങനത്തെ ഒരാളെ വെക്കും. മനോരമ എന്നും ചെയ്തോണ്ട് ഈ അടുത്ത കാലത്തുള്ളതിന് കുറവുള്ളത് VS ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ, VS മോശമാണെന്നല്ലേ ഞാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോശമാണെന്നില്ല. അത് VS കഴിയുമ്പോൾ വേറെ ആളെ വരും. പണ്ട് വയനാട് കെയർ ഓഫ് വരുമായിരുന്നു. ഇന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ BJPക്ക് അവിടെ ഒരു അടി കൊടുക്കാൻ അല്ലെങ്കിൽ BJPക്ക് അകത്തൊരു പണി കൊടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ശ്രീലേഖ വന്നു, ശ്രീലേഖ മേയർ എന്നുള്ള രീതി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അവസാനം തീരുമാനം എടുക്കാൻ നേരം പ്രശ്നമായോ? ചുമ്മാ PS മാഷ് പോയി US മാഷിൻ്റെ അടുത്ത് ഒരു മനസ്സിനകത്ത് ഒരു ഉദ്ദേശമില്ല അങ്ങോട്ട് നടന്നു പോകുന്ന ഒരാൾക്ക് പറയാം നാളെ മന്ത്രിയാക്കാം കേട്ടോ, നാളെ മന്ത്രിയാക്കാം. 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴത്തേന് ചുമ്മാ നടന്ന PS മാഷിൻ്റെ മനസ്സിൽ തോന്നില്ല മന്ത്രിയാവൂ, കൊള്ളാവോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ ഇവർ ചുമ്മാ നടന്ന് പെണ്ണുപിള്ളയാ, അവർ മേയറാവണമെന്ന് ആലോചിച്ച് കാണത്തില്ല. ഇവരെല്ലാം കൂടെ ആക്കി അവരുടെ മനസ്സിൽ സങ്കല്പം വന്നു. മേയർ കസേരയും ആ കാറും സംവിധാനവും അതൊക്കെ വന്നു. അപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ഇന്ന് ആരണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ മേയറാക്കാന്ന് പറഞ്ഞാൽ നിർത്തിയത്, എന്നെ ആക്കി ഞാൻ ഒന്നിനും മത്സരിക്കുന്നില്ല. കാരണം ഒറ്റ ദിവസം കൊണ്ട് സാർ വിചാരിക്കുന്നതല്ല, CPM എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ബലം അത്ര വലിപ്പം. ഒറ്റ ദിവസം കൊണ്ട് ഇവരെ സൈബറുകാർ കയറ്റിവിടെ നിർത്തിയോ. അപ്പോൾ ഇവർ ബോർഡ് വെച്ചില്ലേ അവിടെ കൊണ്ടുവന്നത്, അവർ പണി ചെയ്യാൻ വേണ്ടി ബോർഡ് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ബോർഡ് വയ്ക്കും. പ്രധാനമന്ത്രി ശ്രീലേഖ IPS നമ്മൾ സൈബർ അറ്റാക്ക് അത്ര വലിയ സാറേ. സാധാരണ രാഷ്ട്രീയത്തിനകത്തൂടെ ചെറുപ്പത്തിലേ വളർന്നു വരുന്ന അല്ലെങ്കിൽ ആ തായമില്ലാത്ത, ആ പാരമ്പര്യമില്ലാത്ത, ആ ശീലമില്ലാത്തവർക്ക് ഇവർ ഈ സൈബർ അറ്റാക്ക് ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവരാപ്പാടെ മാനസികമായിട്ട് തളർന്നിട്ടുണ്ടാവും. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ നടക്കുന്നത്. അപ്പം ശ്രീലേഖയെ വെച്ച് തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഒരു മുന്നേറ്റം വെട്ടിയൂർക്കാവിലൊരു സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ട് കോർ കമ്മിറ്റിക്കകത്ത് ഇവരുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ BJP തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട. അപ്പം അതിന് ഈ പറയുന്നത് പോലെ ഒരു മത്സരം വരും. നമ്മൾ വിചാരിക്കുന്ന മത്സരമല്ല വട്ടിയൂർക്കാവ് വരാൻ പോകുന്നത്. അപ്പോൾ പ്രശാന്ത് ജയിക്കുമോ ശ്രീലേഖ ജയിക്കുമോ എന്നുള്ളതല്ല. പ്രശാന്ത് നല്ല
MLA ആണെങ്കിൽ പോലും അവിടെ മത്സരം വരും. പലയിടത്തും BJPക്ക് അവിടെ തിരുവനന്തപുരത്ത് BJPയും CPM കൂടെ മത്സരം വരാൻ പോകുന്നത്. അപ്പം BJPക്കകത്ത് ആദ്യമേ ഡാമേജ് ഉണ്ടാക്കുന്നതിന് വേണ്ട പണി അത്രത്തോളം. ഇപ്പം അതിനകത്തുള്ള ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം തന്നെ, ഈ ശ്രീലേഖ മത്സരിക്കുന്നില്ല, അതൃപ്തി ഉണ്ടെന്നുള്ള പ്രശ്നം വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചാൽ അണികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാവും. ശ്രീലേഖ വരണമെന്ന് ആഗ്രഹിച്ച പലരും തിരുവനന്തപുരത്ത് ഈ പറയുന്ന 4, 5, 6 സാറ് പറഞ്ഞനുസരിച്ച് ശ്രീലേഖ മേഡത്തിന്റെ ഒരു അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ബൂസ്റ്റിന്റെ ഭാഗമായിട്ട് അവർക്ക് തന്നെ സ്വമേധയാ മേയറാകാമെന്ന് തോന്നിയതാണോ, അതല്ല ഗൗരവമായ വാക്കുകളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്നാണോ? ഏറ്റവും ഒടുവിലത്തെ ചോദ്യം നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ചോദ്യത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇവരൊരു പക്ഷേ ഇപ്പോൾ ഞാനിനി MLA സ്ഥാനത്തേക്കും ഇല്ല, എവിടെയും മത്സരിക്കാനില്ല എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വാക്ക് ഇനി ആരെങ്കിലും കൊടുത്താൽ പോലും ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല, എന്നോട് ആ വാക്ക് പാലിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്നൊരു ചോദ്യവും ആകാമല്ലോ. എങ്ങനെയാണ് നമ്മൾ അത് ആ ഒരു ഇനി അവരുടെ മത്സര സാധ്യത? അവരിപ്പോൾ എന്തായാലും കൃത്യമായിട്ട് അവരോട് നേതൃത്വം പറഞ്ഞ കാര്യമാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഈ പരമ്പരാഗത രാഷ്ട്രീയ നേതൃത്വത്തെ പോലെ നമുക്ക് ശ്രീലേഖയെ കാണാൻ പറ്റില്ല. അവർ ബ്യൂറോക്രസിയിൽ നിന്ന് വന്നു. അവർ ഇതുവരെ കാത്തു സൂക്ഷിച്ചിരുന്ന ഈ തുറന്നു പറച്ചിലിൻ്റെ രീതിയുണ്ട്, അത് വെച്ച് അവർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തുറന്നു പറച്ചിലിൻ്റെ ഒരു പ്രത്യാഘാതം, ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കില്ല. കാരണം അവരെ പറഞ്ഞു പറ്റിച്ചു BJPയുടെ ക്രെഡിബിലിറ്റിയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP നേതൃത്വം ശ്രീലേഖയായിട്ട് വീണ്ടും ബന്ധപ്പെടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ സാറ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ആകും. കാരണം മത്സരിക്കണം വേണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എഴുതരാൻ പറയൂര്. അല്ല, എഴുതി തന്നില്ലെങ്കിലും അങ്ങനത്തെ ഒരു ഉറപ്പിനെ അവർക്ക് വേണ്ടി വരും. എങ്കിലേ അവർ മത്സരിക്കുള്ളൂ. അല്ലെങ്കിൽ ശ്രീലേഖ ഇല്ലാതെ ഈ 2 മണ്ഡലങ്ങൾ മത്സരിച്ചാൽ എന്താവും സ്ഥിതി? ശ്രീലേഖ ഉണ്ടായാലും ഇല്ലായാലും എന്നുള്ളതല്ല, ശ്രീലേഖ ഇപ്പം മത്സരത്തിൽ നിന്ന് മാറി എന്നാൽ BJP കൃത്യമായിട്ട് ആ തിരുവനന്തപുരത്ത് ബാധിക്കും എന്ന് പറഞ്ഞാൽ 2 സീറ്റിൽ 2 സീറ്റിൽ അവരിപ്പോ 1 സീറ്റല്ലേ മത്സരിക്കാൻ. അവരൊരു സീറ്റ് 2 സീറ്റാണ് സാധ്യതയുള്ളത്. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിയമവും വട്ടിയൂർക്കാവും തീരുമാനം. അല്ല, ശ്രീലേഖ വട്ടിയൂർക്കാവില്ല മത്സരിക്കുന്നത്. അപ്പം ഇത് അവിടെ ഒരു ഡാമേജ് ഉണ്ടാക്കി. ഇപ്പൊ ഈ നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയ പൂഴിക്കടകൻ അറിയാവുന്ന പാർട്ടി CPM ഈ പൂഴിക്കടകൻ നോക്കും. തിരുവനന്തപുരം CPMനെ സംബന്ധിച്ചോളം മത്സരിക്കുന്ന കോൺഗ്രസ്സായിട്ടല്ല സാറേ, BJP ആയിട്ട് മത്സരിക്കുന്ന ഒരു 3-4 സീറ്റുണ്ട്. ഒന്ന് സെൻട്രൽ, ഒന്ന് നേമം, ഒന്ന് വട്ടിയൂർക്കാവ്. അങ്ങനെ കുറെ സീറ്റുകൾ വളരെ കൃത്യമായിട്ട് ഇവർ തമ്മിലാണ് മത്സരം. അപ്പൊ ആ മത്സരത്തിനകത്ത് സാധ്യത കൂടി ശ്രീലേഖയുടെ പിന്നിൽ ഇപ്പൊ CPM ഉണ്ടോ? അതിനുള്ള സാധ്യത. ഇതിപ്പം നാളെ കാലത്ത് വരാൻ പോകുന്നത് എന്തെന്ന് പറയാം, ശ്രീലേഖ വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കും, എഴുതി വെച്ചു. പക്ഷെ ഇപ്പം വട്ടിയൂർക്കാവിൽ മത്സരിക്കും. വട്ടിയൂർക്കാവിൽ മത്സരിക്കും. അത് ഇടതുപക്ഷ സ്വതന്ത്ര ആയിക്കൂടാന്ന് അല്ല, BJP സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കും. അതിന് ഉറപ്പാണ്. ഇപ്പൊ അമിത്ഷാ വന്നു കഴിയുമ്പോൾ അവരോട് സംസാരിക്കും. അവരിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം നേരിട്ട് നൽകേണ്ട ചില ഉറപ്പൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, അവർ ആദ്യമേ ഇപ്പം രാവിലെ വന്നു, ഇപ്പൊ സംസാരിക്കുന്നവരെ ശൈലി മാറ്റിട്ട് ഇപ്പൊ 11-ാം തീയതി തുടങ്ങിയപ്പോൾ അമിത്ഷാ വരുന്നുണ്ടല്ലോ, 11-ാം തീയതി ഒരു തീരുമാനം ഉണ്ടാവും. ആദ്യമേ അവർ പറഞ്ഞത്, രാവിലെ ഒരു കൊച്ചു വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്റെ ശുദ്ധഗതി കൊണ്ട് ഞാൻ പറഞ്ഞു പോയത്. കാരണം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഇന്ന് ഞാൻ പറയും ശരിയാ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു, മത്സരിക്കാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു മേയറൊക്കെ ആയിക്കൂടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പം മേയറൊക്കെ ആവാം എന്ന് വിചാരിച്ചു, ഞാൻ മേയറാവെന്ന് വിചാരിച്ചു. ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മേയറാക്കിയില്ല. ഇനി ഞാനൊന്നിനും മത്സരിക്കാനില്ല, ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഇതിനകത്തൊന്നും ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ ദുഷ്ടരാക്കോടുകൂടി സംസാരിച്ചല്ല. അപ്പൊ നാളെ കാലത്തെ വേണ്ടപ്പെട്ടവർ സംസാരിക്കുമ്പോൾ അതിനകത്ത് മാറ്റം വരും. ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കും. ശ്രീലേഖ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ ഈ തീരുമാനം ഒരുപക്ഷെ പഞ്ചായത്തിൽ മത്സരിക്കാൻ എടുക്കത്തില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് സാറേ. എന്തായാലും ശ്രീലേഖയുടെ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല എന്ന് കരുതാം. എങ്ങനെയൊക്കെയാണ് ഇനി അവർ കേരളീയ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഏതാനും മാസങ്ങളേ ഉള്ളൂ കാണാനിരിക്കുന്നു. അവർ അങ്ങനെ മറുകണ്ഠം ചാടാനും സാധ്യതയില്ല എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാണാം. അത് നോക്കൂ, ABCക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.